ഈ സ്ത്രീ അവള് നട്ടു വളർത്തിയ ഒരു പൂവെടുത്ത് അവളുടെ ഭർത്താവ് കുടിക്കുന്ന ഹെൽത്ത് ഡ്രിങ്കിൽ മിക്സ് ചെയ്യുന്നു. ശേഷം പുള്ളിക്കാരൻ ഓഫീസിലേക്ക് പോകുന്ന സമയം നോക്കി ചിരിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അത് പുള്ളിക്കാരന് നൽകുന്നു. അദ്ദേഹവും അത് സന്തോഷത്തോടെ വാങ്ങി ഭാര്യയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വേഗം തന്നെ അത് കുടിച്ചും കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു. കാറിലേക്ക് എത്തുമ്പോഴേക്കന്നെ പുള്ളിക്കാരൻ അത് ഫുള്ളായിട്ട് കുടിച്ചു തീർത്തു. അങ്ങനെ പുള്ളിക്കാരൻ കാറിൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അയാൾ അബോധാവസ്ഥയിലാവുകയും ആക്സിഡന്റ് ഉണ്ടായി മരണപ്പെടുകയും ചെയ്യുന്നു. ശവസംസ്കാര ചടങ്ങില് എല്ലാവരും വന്ന് ഭാര്യയുടെ വിഷമത്തിൽ പങ്കുചേരുന്നു. ആ സമയത്ത് അവളാവട്ടെ, എന്റെ ഭർത്താവാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഹസ്ബൻഡ്, അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ വേറൊരാളും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് പുള്ളിക്കാരി എല്ലാവരുടെയും മുന്നിൽ. ആക്ച്വലി സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം മരണപ്പെട്ട ഹസ്ബൻഡില്ലേ, പുള്ളിക്കാരൻ ആ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവാണ്. രണ്ടുപേരും നല്ല സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ആ പുള്ളിക്കാരൻ ആ സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലെ മകളോട് തെറ്റായ രീതിയിൽ പെരുമാറുന്നു. അത് ആ അമ്മ കാണുകയും ചെയ്തു. സോ അയാളിൽ നിന്നും അത്തരമൊരു നീച പ്രവൃത്തി ഉണ്ടായത് ഒരിക്കലും ആ അമ്മയ്ക്ക് ക്ഷമിക്കാനായില്ല. തന്റെ മകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആ അമ്മ പ്ലാൻ ചെയ്ത് തന്റെ രണ്ടാം ഭർത്താവിനെ കൊല്ലുകയായിരുന്നു. കൊന്നിട്ടും അവളുടെ പക അവസാനിച്ചിരുന്നില്ല. അയാളെ കുഴിച്ചുമൂടിയ സ്ഥലത്ത് നിന്ന് മാന്തിയെടുത്ത് അവൾ അയാളുടെ ശരീരം കത്തിച്ചു കളയുന്നു. കത്തിയമർന്ന ആ ചാമ്പലുകൾ പോലും അവൾ വെറുതെ വിട്ടില്ല. ആ ചാരം അവൾ വെടിമരുന്നിലേക്ക് നിറയ്ക്കുന്നു. അത് പൊട്ടി തകരുന്നത് കണ്ടതിന് ശേഷമാണ് അവളുടെ പകയും പ്രതികാരവും പൂർത്തിയായത്. അവൾക്ക് സമാധാനമായത്. ചങ്ങായിമാരെ, ആ അമ്മ ചെയ്തത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ.